കിഴക്കൻ ചൈനയിൽ ഒരു സുവിശേഷ പ്രഘോഷകനെ അറസ്റ്റ് ചെയ്തു. ക്രിസ്തുവിശ്വാസത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളുടെ റെക്കോർഡിംഗ് വിതരണം ചെയ്തതിനാണ് ഹുവാങ് ഇസിയെ അറസ്റ്റ് ചെയ്തത്. നിയമവിരുദ്ധ ബിസിനസ് പ്രവർത്തനങ്ങൾ എന്ന കുറ്റം ചുമത്തിയാണ് ഹുവാങ്ങിനെ അറസ്റ്റ് ചെയ്തത്. മതപരമായ ആവിഷ്കാരത്തെ അടിച്ചമർത്തുന്നതിനുള്ള സർക്കാരിൻ്റെ നീക്കമാണ് ഇതെന്ന് ക്രിസ്ത്യൻ വക്താക്കൾ വ്യക്തമാക്കി. മതനേതാക്കളെ ഉപദ്രവിക്കാൻ അധികാരികൾ പലപ്പോഴും ഉപയോഗിക്കുന്ന അവ്യക്തമായ ആരോപണമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ ഓഡിയോ റെക്കോർഡിങ്ങുകൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. ഔദ്യോഗിക അറസ്റ്റ് നടപടികൾ അസാധാരണമാം വിധം വേഗത്തിലായിരുന്നുവെന്ന് ഹുവാങ്ങിൻ്റെ അഭിഭാഷകർ പറയുന്നു. ഹുവാങ്ങിനെതിരെ മുമ്പും അധികാരികൾ ഇത്തരത്തിൽ കേസെടുത്ത് ജയിലിലടച്ചിട്ടുണ്ട്. 2014 വെൻഷോവിലെ ദേവാലയങ്ങളിൽ നിന്ന് കുരിശുകൾ നിർബന്ധിതമായി പൊളിച്ചു മാറ്റുന്നതിനെ സമാധാനപരമായി എതിർത്തതിന് അദ്ദേഹത്തെ 1 വർഷത്തേക്ക് ജയിലിലടച്ചിരുന്നു. മോചിതനായി 1 മാസത്തിന് ശേഷം ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുന്നു എന്ന കുറ്റം ചുമത്തി 2015 അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയും ഒരു നിശ്ചിത സ്ഥലത്ത് വീട്ടുതടങ്കലിൽ വയ്ക്കുകയും ചെയ്തിരുന്നു. നിയമവിരുദ്ധ ബിസിനസ് പ്രവർത്തനങ്ങൾ എന്ന കുറ്റം ചുമത്തുന്നതിനെ ചൈനീസ് മനുഷ്യാവകാശ അഭിഭാഷക സംഘം അപലപിച്ചു. മതസ്വാതന്ത്ര്യത്തിൽ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യാനും പങ്കിടാനുമുള്ള അവകാശം ഉൾപ്പെടുന്നുവെന്നും അത്തരം പ്രവർത്തനങ്ങൾ ചൈനയുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്നും അവർ പ്രസ്താവിച്ചു. പീഡന നിരീക്ഷണ സംഘടനയായ CSWവും അറസ്റ്റിനെ അപലപിച്ചു.